ഹേ ഗായ്സ്, വെൽക്കം ടു മാഡ് മൈൻഡ്സ്. സ്മാഷിംഗ് മെഷീൻ കണ്ടു. ഈ മൂവി ഒരു ബയോപിക്കാണ്. മാർക്ക് കെർ എന്ന് പറഞ്ഞ MMA ഫൈറ്ററിൻ്റെ ബയോപിക്കാണ്. ഈ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് ദി റോക്ക്, ഡ്വെയ്ൻ ജോൺസൺ, പിന്നെ എമിലി ബ്ലണ്ടും ഈ മൂവിയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഈ മൂവിൻ്റെ ഒരു പോസ്റ്റർ ഇല്ലെങ്കിൽ ഈ മൂവിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു സോളിഡ് സ്പോർട്സ് ബയോപിക് ആയിരിക്കുന്ന പ്രതീക്ഷിച്ചത്. അത് കൂടുതൽ ഫൈറ്റ് സീൻസ്, റിങ്ങിലുള്ള സീൻസ് കൂടുതലായിരിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതിൽ കൂടുതൽ റിലേഷൻഷിപ്പ് സീൻസ് ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്ട്രഗിൾസ്, ആ ക്യാരക്ടറിൻ്റെ റിലേഷൻഷിപ്പ് സ്ട്രഗിൾസും ജീവിത കാര്യങ്ങളും കൂടുതൽ കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയത്. അതൊരു മോശം കാര്യമായിട്ട് ഞാൻ പറയല്ല. എനിക്ക് എൻ്റെ എക്സ്പെക്റ്റേഷൻ ഈ മൂവി കാണാൻ പോയപ്പോൾ എന്തായിരുന്നു അത് ഞാൻ പറഞ്ഞു. നമുക്ക് ഈ മൂവിൻ്റെ പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങാം. മെയിൻ പോസിറ്റീവ്, ദി റോക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച മുന്നത്തെ റോക്കിൻ്റെ മൂവീസ് വെച്ച് നോക്കുമ്പോൾ ഈ മൂവീസ് വേ ബെറ്റർ ആണ്. ഒരു റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ നന്നായി പോർട്രേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് റോക്കിനെ. പിന്നെ എമിലി ബ്ലണ്ടും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മൂവി. രണ്ടാൾക്കാരും ആ റോൾസ് നെയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചില സീൻസ്, ഇമോഷണൽ സീൻസ് എല്ലാം നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തു. പിന്നെ ഇതിന് നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ മൂവി ഒരു MMA ഫൈറ്ററിൻ്റെ മൂവിയാണ്. അപ്പം നമുക്ക് കൂടുതലൊരു ഫൈറ്റ് സീൻസ് ഇല്ലെങ്കിൽ റിങ്ങിലുള്ള സീൻസ് ഇല്ലെങ്കിൽ റിങ്ങിലുള്ള റൈവലറി ഇതൊക്കെ കാണാനാണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ മുന്നേ പറഞ്ഞ പോലെ തന്നെ റിലേഷൻഷിപ്പ് സ്ട്രഗിൾസ് ആണ് കൂടുതൽ കാണിച്ചത്. ഇവർ തമ്മിലുള്ള ഇമോഷണൽ സീൻസ് ഒക്കെ ഓക്കെയാണ്, നന്നായി അഭിനയിച്ചിട്ടുണ്ട്, അഭിനയം വൈസ് എല്ലാം ഓക്കെയാണ്. പക്ഷേ ചില ആർഗ്യുമെൻറ്റ്സ് ഇവർ ചെയ്യുന്നത് അതൊന്നും ഒന്നും ഫീൽ ആവുന്നില്ല നമുക്ക്. അതാണ് ഒരു പ്രശ്നം. ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ്, ഇവർ തമ്മിലുള്ള ഫൈറ്റ് സീൻസ്, അതായത് ഈ റിലേഷൻഷിപ്പ് ഫൈറ്റ് സീൻസ് ഒന്നും അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഈ മൂവിൻ്റെ പേസിങ്ങിനാണ്. പേസിങ് ഭയങ്കര സ്ലോ ആണ്. കാരണം ഇത് ഫൈറ്റ് സീൻസിനെക്കാളും കൂടുതൽ റിലേഷൻഷിപ്സ് കാണിക്കുന്നതുകൊണ്ട് തന്നെ ആ പേസിങ് കുറച്ച് സ്ലോ ആയിട്ട് പോകണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മൂവിയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുന്ന പോലെ തോന്നി. കുറച്ച് ഫൈറ്റ് സീൻസ് ഉണ്ട്, കുറച്ച് ഈ സീൻസ് വരുന്നതുകൊണ്ട് നമുക്ക് മൂവിയിൽ നിന്ന് ഡിസ്കണക്ട് ആവുന്ന പോലെ തോന്നി. പെട്ടെന്ന് നമ്മളൊരു സ്പോർട്സ് സീൻസ് കാണും, നമ്മളൊന്ന് ഹൈപ്പ് ആവും. പിന്നെ ഭയങ്കര ഇതിൻ്റെ ബാക്ക് സ്റ്റോറി അത് അങ്ങോട്ട് പറ്റാത്ത പോലെ തോന്നി. പിന്നെ വേറെ ക്യാരക്ടേഴ്സ്, ഈ രണ്ട് ക്യാരക്ടേഴ്സ് അല്ലാണ്ട് സൈഡ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അവരൊന്നും അങ്ങനെ അത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നിയില്ല. ഒരു ബയോപിക് എടുത്തിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു മെയിൻ ക്യാരക്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റിനെ കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. അങ്ങനെ ഒരു ആകാംക്ഷ എനിക്ക് ഈ മൂവി കണ്ടുവന്നപ്പോൾ തോന്നിയില്ല. അത് ഈ മൂവിൻ്റെ പ്ലോട്ടിൻ്റെ ഒരു ഫോൾട്ടാണ്. ആ ഒരു സ്റ്റോറീൻ്റെ ഒരു ഫ്ലാറ്റ്നെസ് കാരണമാണ് നമുക്കത് തോന്നില്ല. നമുക്കൊരു ബയോപിക് കണ്ടാൽ ഇതാരാണ്, ഇല്ലെങ്കിൽ ഇതൊരു ഇൻസിഡൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇൻസിഡൻറ്റ് എങ്ങനെ നടന്നു ഇതൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. ആ ഒരു ആകാംക്ഷ എനിക്ക് ഈ മൂവി കണ്ടപ്പോൾ കിട്ടിയില്ല. ഓവറോൾ ഈ മൂവി ആക്ടിങ് വൈസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇമോഷൻസ് ഒക്കെ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഈ മൂവിയിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ വെച്ചാൽ പോരാ. ഇതാണ് ഈ മൂവിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസിൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മൂവിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജിലുള്ള റിവ്യൂസ് ഞങ്ങളുടെ ഡിഫറെൻറ്റ് ചാനൽസിൽ അവൈലബിൾ ആണ്. ആ ചാനൽസിൻ്റെ ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.